സാധാരണ പാറ്റകളെ കാണുമ്പോൾ തോന്നുന്നൊരു വികാരം എന്നൊരു വികാരമാണെങ്കിൽ ഇപ്പോൾ പാറ്റ കാണുമ്പോൾ അതിനൊരു ഒരു വീരപരിപോഷം ഉള്ളവർ തോന്നുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിലിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നാണ് മാതാപിതാക്കളുടെ ആശങ്ക. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ പൂട്ടിയ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. CJP വെറും ഒരു ഇന്റർനെറ്റ് പ്രതിഭാസമല്ല, പുകയുന്ന ജനരോഷമാണെന്ന് ഡോക്ടർ ശശി തരൂർ MP പറഞ്ഞു. കോക്രോച്ച് ജനതാ പാർട്ടിയോടുള്ള CPM സമീപനം കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബിയും പറഞ്ഞു. വലിയൊരു സംഭവവികാസമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ. അങ്ങനെയാണ്, അതിനെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതിനെക്കുറിച്ചും പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ചോദിച്ചത്. അവിടെ ഇതെല്ലാം ചർച്ച ചെയ്യും. വിനിത വിജയ വിവരങ്ങൾ വച്ചിരുന്നു. വിനിത, ഈ പറയുന്ന ഗ്രൗണ്ടിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന കാര്യം അറിയില്ലെങ്കിലും ഇന്റർനെറ്റ് ഇക്കാലത്തെ യാഥാർത്ഥ്യമാണ്. അതിലുണ്ടാക്കുന്ന തരംഗങ്ങൾ ഇക്കാലത്തെ യാഥാർത്ഥ്യമാണ്. ഇൻസ്റ്റാഗ്രാമിൽ അതിന് ഫോളോവേഴ്സ് അല്പസമയത്തിനകം 2 കോടി ആവാൻ പോവാണ്. പാറ്റാ പേടി ഉണ്ടാവുക സ്വാഭാവികമാണ് വിനിത. ഹഷ്മി, ഇത് ഇന്നലെ പൂട്ടിയ അക്കൗണ്ടിന് പിന്നാലെ വീണ്ടും അവർ ആരംഭിച്ച അക്കൗണ്ടിനാണ് ഇതാ 2 കോടിയിലേക്ക് ആ ഫോളോവേഴ്സ് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഫോളോവേഴ്സും വലിയ പിന്തുണയും ഒക്കെ ലഭിക്കുന്നത് തന്നെയാണ് ഇങ്ങനൊരു നടപടിയിലേക്കടക്കം കേന്ദ്ര സർക്കാരിന് എത്തിച്ചെന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇതിനോടകം പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എക്സ് ഹാൻഡിൽ അക്കൗണ്ട് പൂട്ടിയതെന്ന വിശദീകരണമാണ് പുറത്തുവരുന്നത്. രാജ്യസുരക്ഷയെ ഭീഷണിയാവുന്ന തരത്തിലുള്ള നടപടികളാണ് ഈ അക്കൗണ്ടിലൂടെ, അത്തരത്തിലേക്ക് പ്രകോപനപരമായ കണ്ടന്റുകളാണ് ഈ അക്കൗണ്ടിലൂടെ പുറത്തു വരുന്നതെന്നാണ് അവർ പറയുന്നത്. അതിൽ 2020 IT ആക്ട് പ്രകാരം സെക്ഷൻ 69A പ്രകാരമായിട്ടാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും ഈ നടപടികൾ അപഹാസ്യമെന്നാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയം കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്ന് MA ബേബി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗൗരവമേറിയ വിഷയമാണെന്നാണ് ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നടപടി എടുത്തിരിക്കുന്നതെന്നും രാജ്യസുരക്ഷയെ തന്നെ ഭീഷണിയിലാക്കുന്ന തരത്തിലാണ് ഈ അക്കൗണ്ടിലൂടെയുള്ള കണ്ടന്റുകളൊക്കെ പുറത്തു വരുന്നതെന്നുമാണ് IB റിപ്പോർട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ അക്കൗണ്ട് പൂട്ടുന്നത്. അതിന് പിന്നാലെ പുതിയൊരു അക്കൗണ്ട് അവർ ആരംഭിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിന് വലിയ ഫോളോവേഴ്സ് ഒക്കെ തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഈ അക്കൗണ്ടിന്റെ സ്ഥാപകൻ അഭിഷേക് ദീപ്തിന്റെ കുടുംബം അവർ വലിയ ആശങ്ക അറിയിക്കുകയുണ്ടായിരുന്നു. അവരുടെ മകനെ അറസ്റ്റ് ചെയ്യുന്നടക്കമുള്ള നടപടിയിലേക്ക് കടന്നേക്കുമോ എന്ന ആശങ്കയുണ്ട് എന്നൊരു മറാഠി മാധ്യമത്തോടാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നടപടി അപഹാസ്യമെന്നും ഒപ്പം തന്നെ അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതെന്നുമാണ് വിമർശിച്ചിരിക്കുന്നത്. വിനിത വിജയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അതേസമയം കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരായ CJPക്കെതിരായ കേന്ദ്ര സർക്കാർ നടപടി അപഹാസ്യമെന്ന് ജോൺ ബ്രിട്ടാസ് MP 24നോട്. അഭിപ്രായ പ്രകടനങ്ങളിൽ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ പ്രത്യാഘാതമുണ്ടാകും. കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് CJPയുടെ എക്സ് അക്കൗണ്ട് പൂട്ടിച്ചതെന്ന് ജോൺ ബ്രിട്ടാസ് ആരോപിച്ചു. ഒരു സുപ്രീം കോടതി മുഖ്യ ന്യായാധിപൻ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പാറ്റയെന്നും പരാന്നജീവികൾ എന്നൊക്കെ വിളിച്ചു കഴിയുമ്പോൾ എവിടേക്കാണ് ഈ ചെറുപ്പക്കാർ പോകേണ്ടത്? അവരുടെ രോഷം എവിടേക്കെങ്കിലും ചാനലൈസ് ചെയ്യണ്ടേ? അതിൻ്റെ ഒരു വെന്റിലേഷനാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അപഹാസ്യമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ഇത് വലിയ ആസൂത്രിതമായിട്ട് വന്നൊരു സംഭവമല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നുരഞ്ഞു പൊന്തുന്ന അസംതൃപ്തിയുടെ ഒരു പ്രതിഫലനമായിട്ട് വേണം സർക്കാർ ഇതിനെ കാണാൻ. ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ സാംശീകരിച്ച് നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുടെ ഒരു പ്രതിഫലനത്തെ അടിച്ചമർത്താൻ പോകുന്നത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ കൂറാച്ചി പാർട്ടി ഓഫ് കേരള എന്നൊക്കെ ട്രോളായി പറയുന്നുണ്ട്. അതിൻ്റെ പേരെന്താണെങ്കിലും അത് ഫോളോ ചെയ്യുന്ന ആളുകൾ, കുട്ടികൾ കേരളത്തിലുണ്ട്. ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ കൂടുതലും 99.9% ജെൻസിയാണ്. ഇന്നലെ നമ്മുടെ എൻകൗണ്ടർ ചർച്ചയിൽ ഒരു കുട്ടി വന്നിരുന്നു, ഇഷ മറിയം ഹാരിസ് എന്ന് പറയുന്നൊരു കുട്ടി. മനോഹരമായി ഇക്കാലത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയം, അവരുടെ അസ്വസ്ഥതകൾ, നീറ്റ് അടക്കമുള്ള കാര്യങ്ങളിലെ അസ്വസ്ഥതകളൊക്കെ വളരെ കൃത്യമായും വളരെ ഷാർപ്പായ കുട്ടി പറയുന്നുണ്ട്. ജെൻസിയാണ്. വേണമെങ്കിൽ ഈ പറയുന്ന ദീപ് അതിൻ്റെ സ്ഥാപകനെ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ വിദേശ ബന്ധങ്ങളോ അല്ലെങ്കിൽ അർബൻ നക്സലുകളെന്നോ ജിഹാദികളെന്നോ ഒക്കെ ആരോപിക്കാം. പക്ഷേ അടിത്തട്ടിൽ എന്താണ് യുവാക്കൾക്കിടയിലുള്ള രോഷത്തിൻ്റെ കണ്ണാടി എന്നതിൻ്റെ തെളിവാണ് ഇൻസ്റ്റാഗ്രാമിൽ 2 കോടി ഫോളോവേഴ്സ്. എക്സ് ഹാൻഡിൽ പൂട്ടിപ്പോയ എക്സ് ഹാൻഡിൽ തിരിച്ചു വന്നപ്പോൾ ഉണ്ടാകുന്ന ഫോളോവേഴ്സിന് അഭൂതപൂർവമായ വർധന. അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അംഗത്വം കൊടുക്കാനുള്ള ആൾക്കാരുടെ വലിയ തിരക്കാണ്. ഒരുപക്ഷെ വെബ്സൈറ്റ് ക്രാഷ് ആയേക്കും എന്ന മട്ടിലാണ് അവിടെ കാര്യങ്ങൾ. അപ്പോൾ ചില സൂചനയാണ് കേട്ടോ അത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.